വളപട്ടണത്ത് മയക്കുമരുന്നുമായി 2 പേർ അറസ്റ്റിൽ. പന്നിയൂർ പാപ്പിനിശ്ശേരി സ്വദേശികളെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 ഗ്രാം MDMA ആണ് പ്രതികളിൽ നിന്നും പിടികൂടിയത്. മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ വിഷനോട് പറഞ്ഞു. വളപട്ടണത്ത് പോലീസ് നടത്തിയ പട്രോളിംഗിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കാർ പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പന്നിയൂർ സ്വദേശി PP ഷംസീർ, പാപ്പിനിശ്ശേരി ചുങ്കം സ്വദേശി മുഹമ്മദ് ഹസീബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. വളപട്ടണം SHO B കാർത്തിക്, ഇൻസ്പെക്ടർ TP സുമേഷ്, SI TM വിപിൻ, സീനിയർ CPO ജോസ്, CPO കിരൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ലഹരിവേട്ട. മയക്കുമരുന്ന് റാക്കറ്റിനെതിരെ അതിശക്തമായ നടപടികളുമായാണ് പോലീസ് മുന്നോട്ടു പോകുന്നത്. പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 മാസത്തിനിടെ 240-ൽ-അധികം മയക്കുമരുന്ന് കേസുകളാണ് സിറ്റി പോലീസ് പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തതെന്ന് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം പോലീസിൻ്റെ റെയ്ഡ് നടക്കുകയാണ്. യോദ്ധാവ് ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും അതുപോലെ ഡി-ഹണ്ട് ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടും കണ്ണൂർ ജില്ലയിലും കഴിഞ്ഞ 2 മാസ കാലയളവിൽ തന്നെ 240-ലധികം NDPS ഒഫൻസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ട് വളരെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ പോലീസ് സംഘടിപ്പിക്കുന്നുണ്ട്. മയക്കുമരുന്ന് പിടികൂടുന്നതിന് പൊതുസമൂഹവും ജാഗ്രതയോടെ നിൽക്കണം. പോലീസിന് വേണ്ട സഹായം പൊതുസമൂഹം നൽകണമെന്നും കമ്മീഷണർ പറഞ്ഞു. ഇതെല്ലാ ആൾക്കാരും ഒരുമിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഈ ഒരു വിപത്തിനെ വലിയ രീതിയിലേക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ലഹരിയുടെ ഉപയോഗം നമ്മളെല്ലാവരും കാതും കൂർപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ ഇതുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കാണുന്ന ഇൻഫർമേഷനെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിനെ അറിയിക്കുക എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനിലും നമുക്ക് വളരെ സമയബന്ധിതമായിട്ട് ഇടപെടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ യോദ്ധാവ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ആ നമ്പർ നിങ്ങൾക്ക് ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് ഒരു മെസ്സേജ് എന്ന രീതിയിലേക്ക് നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ടോ നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ആരാണോ ഇൻഫർമേഷൻ നൽകുന്നത് അവരുടെ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ മാത്രം അതിലേക്ക് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇതൊക്കെ വ്യാപകമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചുറ്റുപാടുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കരുതലുകൾ അതൊരു പക്ഷേ നിങ്ങളൊരു രക്ഷിതാവ് എന്ന രീതിയിലായിരിക്കട്ടെ, ഒരു ടീച്ചർ എന്ന രീതിയിലായിക്കോട്ടെ, നമ്മൾ ഇടപെടുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം ഏതെങ്കിലും രീതിയിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ചെറുത്തു നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓപ്പറേഷൻ ഡി-ഹണ്ടിന്റെ ഭാഗമായി രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാനും കമ്മീഷണർ SHOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ക്വാഡുകളായി തിരിഞ്ഞ് പോലീസ് വ്യാപക പരിശോധനയാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.